പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു കൃപയാണല്ലോ ക്ഷമയോട് ചേർന്ന് തന്നെയുള്ള സഹനം. സഹിക്കുന്ന വ്യക്തിക്കാണ് ക്ഷമിക്കുവാൻ സാധിക്കുന്നത്. സഹിക്കാത്ത വ്യക്തിക്ക് ക്ഷമിക്കുവാൻ സാധിക്കത്തില്ല. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ശിഷ്യന്മാരെ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞന്മാരുമെല്ലാം ജെറുസലേമിൽ സമ്മേളിച്ച് അവരുടെ മധ്യത്തിൽ വെച്ച് അവരെ വിചാരണ ചെയ്ത് അവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സാഹചര്യത്തിൽ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ജനപ്രമാണികളെ, ഭരണാധികാരികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത സൽപ്രവൃത്തികളെക്കുറിച്ചാണ്, എന്തു മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. ആ കല്ലാണ് ക്രിസ്തു. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ഇവിടെ ഈ പറയപ്പെട്ട ശിഷ്യന്മാർ അല്ലെങ്കിൽ പത്രോസ് അവിടെ പ്രഘോഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലമായിട്ട് ഈ പറയപ്പെട്ട വ്യക്തികൾ ശിഷ്യന്മാരെ പീഡിപ്പിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ പരിണിത ഫലമായിട്ട് ശിഷ്യന്മാരെ അവർ പീഡിപ്പിച്ചു. ശിഷ്യന്മാർക്ക് നല്ല പീഡനം ഏൽക്കേണ്ടതായിട്ട് വന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ തിരുവചനത്തിൽ അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി പീഡനം, അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്നും പുറത്തുപോയി. കണ്ടോ, കർത്താവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ പീഡനമേൽക്കേണ്ടി വന്നപ്പോൾ അവർ അവരോട് ക്ഷമിക്കുന്നു. ശിഷ്യന്മാരെ പീഡിപ്പിച്ച നിമിഷം അവരോട് ക്ഷമിക്കുന്നു. ഈ ക്ഷമിക്കുവാനായിട്ടുള്ളൊരു കാരണവുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് കേട്ടോ. അതായത് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, 4-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനത്തിൽ ഇവരെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി അപ്പസ്തോലന്മാരെല്ലാം കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പീഡനമേൽക്കേണ്ടി വരുമ്പോൾ ക്ഷമിക്കുവാൻ ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള ക്രിസ്ത്യാനികളായ നമുക്ക് സാധിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തിൽ യാതൊരുവിധ ക്രിസ്തീയ പീഡനങ്ങളുമില്ല. ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു അവസ്ഥ പോലുമുണ്ട്. നമ്മുടെ കേരളത്തിൽ യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ
ഓടിച്ചിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര പേര് അവരോട് ക്ഷമിക്കാൻ പറ്റും? ഈ തല്ല് മേടിച്ചുകൊണ്ട് എത്ര പേർക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 5:40 അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചു. വാക്കാണ് ഉപയോഗിച്ചത്, പ്രഹരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചുട്ടയടി. നല്ല ചുട്ടയടി കൊടുത്തപ്പോൾ തിരിച്ചവരുടെ കയ്യിൽ വാക്കത്തിയും കോടാലിയും കൊണ്ട് അവരാണോ ഉപയോഗിച്ചത്? ആ അടി അവർ സ്വീകരിക്കുക മാത്രമല്ല, ഈ അടിച്ചവരോട് അവർ ക്ഷമിക്കുകയും ചെയ്തു. ഓരോ അടിയും ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഈ ശിഷ്യന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറ്റപ്പെട്ടു. പിന്നെ ഇവർക്ക് കിട്ടിയ ഓരോ അടിയും ഇവരുടെ ശരീരത്തിലല്ല പതിച്ചത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ്. മാനുഷികമായ തലത്തിൽ ഇവരുടെ ശരീരത്തിലാണെങ്കിലും ആ ശരീരത്തിൽ കിട്ടിയ വേദന ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ, ആ ക്രിസ്തുവിൻ്റെ പീഡയോട് ചേർത്ത് വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമായിട്ടുള്ള കൃപ നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചു. പ്രിയ സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ നമ്മളെ വിമർശിക്കുമ്പോഴും നമ്മളെ കല്ലെറിയുമ്പോഴും നമ്മളെ കുറ്റക്കാരായി വിധിക്കുമ്പോഴും കൂട്ടായ്മയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകുമ്പോഴും ക്ഷമിച്ച് സഹിച്ച് അനുഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചപ്പോൾ അവർ ക്ഷമിച്ച് സഹിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറിയതുപോലെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ, സഹനങ്ങൾ, മാറ്റിനിർത്തലുകൾ ഇവയെല്ലാം സഹിക്കുവാനും ഇത് പ്രവർത്തിക്കുന്നവരോട് ക്ഷമിക്കുവാനുമായിട്ടുള്ള കൃപ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.